ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ധനുഷണൻ നായകനായിട്ടുള്ള പുതിയ ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ. അരുൺ മതീശ്വരൻ പുള്ളിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രിയ മോഹൻ പുള്ളിക്കാരിയാണ് ഈ ചിത്രത്തിൽ നായികയായിട്ട് വരുന്നത്. ഒരു അഡ്വഞ്ചർ, ഒരു ആക്ഷൻ ഒക്കെ ഉള്ള അടങ്ങിയ ഒരു സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. ജനുവരി 12-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. അപ്പം ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം. வெள்ளக்காரன் கண்ணுக்கு கொள்ளக்காரன். உன்ன மாதிரி நானும் ஒரு கொலைகாரனா இருந்திருந்தா அவனை நானே கொன்னுருப்பேன். எனக்கு அவ சாகணும். கெட்டவனை கொண்டு இருக்க நல்லவனை தானே இருப்பேன். ஊர்க்காரன் கண்ணுக்கு துரோகி. உண்மையிலே நீ யாரு? நீ யாரு, உனக்கு என்ன வேணுங்கிறத பொறுத்து நான் யாருங்கிறது மாறும். ഓ പൊളി. The village and the temple will now become British property. Mining will soon begin, and we will find out exactly what lies beneath. ശിവരാജ് കുമാർ ഒക്കെ ഉണ്ട്. അരുൺ മതീശ്വരൻ. You believe devil? I am the devil and you will call me. Captain Miller. பசியோடு சுற்றிட்டு இருக்கிற ஒரு சிங்கத்துக்கு ஒரு இறை கிடைக்கிது. அதை எப்படியாவது தூக்கிட்டு போயிடலான்னு ஒரு கழுத புலி கூட்டமே அலையுது. அப்போது அந்த இறைய ஓனாய் தூக்கிட்டு போனால் என்ன ஆகும்? കൊള്ളാം, പൊളി സാധനം കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ധനുഷ് ഒരു രക്ഷയില്ല. ചുമ്മാ ഒരു മാസ് അങ്ങനൊന്നുമല്ല. പുള്ളി എടുക്കുന്ന സിനിമയ്ക്കൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണും. ചുമ്മാ ഒരു മാസ്, സാധാരണ ടിപ്പിക്കൽ മാസ് പടങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ആയിരിക്കത്തില്ല. പുള്ളിക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ അതിനകത്ത് തന്നെ 2-3 ഗെറ്റപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ധനുഷ് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഒരു വേറെ ലെവലാണ്. ചുമ്മാ പണ്ടൊക്കെ അങ്ങരുടെ ഒരു പടമൊക്കെ ഇറങ്ങി, അതായത് ധനുഷിൻ്റെ ആ തുടക്കകാലത്ത് ചുമ്മാ ഓവറായിരുന്നു, ഭയങ്കര ഓവറായിരുന്നു. ആ തിരുടി ചിത്രം അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കുറേ പടങ്ങൾ ഭയങ്കര ഓവറെന്ന് വെച്ചാൽ മാസ് കാണിക്കാനായിട്ട് എന്തോ കാണിച്ചുകൂടെ. ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു നടനായിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മുടെ 3 ഇത് കഴിഞ്ഞിട്ട് വേറെ മയക്കവന്ന, അതൊക്കെ തൊട്ട് പുള്ളി വേറൊരു ലെവലോട്ട്, ആടുകളൊക്കെ വന്ന് പുള്ളി വേറൊരു ലെവലോട്ട് അങ്ങ് പോയി. കാരണം എൻ്റെ മനസ്സിൽ ഫഹദ് എങ്ങനെ ആയിരുന്നോ ആദ്യത്തെ സിനിമയിൽ, അതുപോലായിരുന്നു ധനുഷിനെ തോന്നിയത്. പിന്നെ ഇപ്പം ധനുഷ് തിരിച്ചു വന്ന, അല്ലെങ്കിൽ ഫഹദ് തിരിച്ചു വന്ന പോലെ ധനുഷ് കയറി വന്നൊരു വരവുണ്ട്. രക്ഷയില്ല. ഇങ്ങനെ വേറെ ലെവലായിട്ടിരിക്കുകയാണ്. ഈ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പല സിനിമയിലും നമുക്ക് കാണാൻ പറ്റും ധനുഷിന്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെ പല ഇമോഷൻസും ഒക്കെ വേറെ രീതിയിൽ ഇങ്ങനെ ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഗംഭീരമായ ഒരു ട്രെയിലറാണ്. സിനിമയും അതുപോലെ ആയിരിക്കും. പിന്നെ ഒരു കണ്ടിട്ട് ഇല്ല, പഴയ ബ്രിട്ടീഷുകാർ അവർക്കിടയിൽ പോലീസുകാരനായിട്ടോ അല്ലെങ്കിൽ പട്ടാളക്കാരനായിട്ട് വരുന്ന ഒരു ആളായിട്ടാണ് ധനുഷ്. അപ്പോൾ അവർ തമ്മിൽ ഉടക്ക്, ഇങ്ങനെ സ്വാതന്ത്ര്യം, ആ ഒരു ചിന്തയിലൊക്കെ ഉള്ള ഒരു പടം.
ടിപ്പിക്കൽ പല രീതിയിലും വന്നിട്ടുണ്ടെങ്കിലും ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കഥകൾ സെയിം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേട്ട് പഴകിയ കഥയാണെങ്കിലും നമ്മളൊരു സിനിമ എടുത്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ പടം ഗംഭീരമായിരിക്കും. ജനുവരി 12-നാണ് റിലീസ് ചെയ്യുന്നത്. ജനുവരി 12-ന് അയല നമ്മുടെ ശിവകാർത്തികേയൻ പുള്ളിയുടെ പടവും വരുന്നുണ്ട്. രണ്ടുപേരും ഗുരുവും ശിഷ്യൻ എന്ന് പറയാം, ധനുഷും ശിവകാർത്തികേയനും. എന്തായാലും 2 ചിത്രങ്ങൾ ഗംഭീരമാവട്ടെ. പറഞ്ഞിട്ട് ശിവകാർത്തികേയൻ്റെ കാര്യം പറഞ്ഞു, ശിവകുമാറും ക്യാപ്റ്റൻ മില്ലറിലും ഉണ്ട്. എന്തായാലും പൊളിക്കട്ടെ, ഗംഭീരമാവട്ടെ. ഓക്കെ, ബൈ.